ഈ ജെറോക്കം ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മധ്യധരണിയാഴിയുടെ തീരപ്രദേശങ്ങളാണ്. ഈ മേഖലകളിലേക്ക് കുടിയേറി താമസിച്ച ഒരു ജനത, അവരാണ് പലസ്തീനികൾ. ആ ജനത ഒരർത്ഥത്തിലും ഒരു തരത്തിലും മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്കോ വംശങ്ങൾക്കോ എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കടന്നാക്രമണം നടത്തിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇസ്ലാം മതമോ ഇസ്ലാം മതവിശ്വാസികളോ ചരിത്രത്തിൽ ഒരു കാലത്തും ജൂതരോട് ഏതെങ്കിലും രീതിയിൽ അകൽച്ചയോ ഏതെങ്കിലും രീതിയിൽ അകറ്റി നിർത്തുന്ന സമീപനവും സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലോകമെമ്പാടും പ്രത്യേകിച്ച് യൂറോപ്പിലെ പൗരോഹിത്യ ക്രൈസ്തവ ഭരണകൂടങ്ങൾ ജൂതരെ അതിനിഷ്ഠൂരമായി വേട്ടയാടിയിരുന്ന കാലത്ത് ഇസ്താംബൂളിൽ തുർക്കി ഖലീഫയാണ്, സുൽത്താനേറ്റാണ് ജൂതർക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി കൊടുത്തത്. എന്നു മാത്രമല്ല, പലസ്തീൻ ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരികൾ, തുർക്കി സുൽത്താനേറ്റിൻ്റെ ഭാഗമായി പലസ്തീൻ ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരികളാണ് ജൂതർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. പലസ്തീൻ പ്രശ്നം എന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ മീഡിയയും ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങളും പറയുന്നത് പോലെ ഇസ്രയേലിനെതിരായിട്ട് കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഒരു പ്രത്യാക്രമണത്തോട് ആരംഭിക്കുന്ന പ്രശ്നമല്ല. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പലസ്തീൻ പ്രശ്നത്തെ അതിൻ്റെ ചരിത്രപരതയിൽ നടത്തി മാറ്റി പലസ്തീൻ ജനത, പ്രത്യേകിച്ച് ഗാസ ഭരിക്കുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾ ഇസ്രയേൽ അധിനിവേശത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്രയേലിൻ്റെ ക്രൂരമായ കടന്നാക്രമണത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധങ്ങളെ ഭീകരാക്രമണമായും ആ ഭീകരപ്രവർത്തനങ്ങളാണ് പലസ്തീൻ പ്രശ്നത്തിന് കാരണം എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് CNN ഉൾപ്പെടെയുള്ള ചാനലുകൾ ആ ദിശയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പലസ്തീൻ പ്രശ്നത്തെ സമീപകാലത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളം പോലുള്ളൊരു സമൂഹത്തിനകത്ത് സംഘികൾ മാത്രമല്ല, കൃസംഘികളും വളരെ ആസൂത്രിതമായ രീതിയിൽ പലസ്തീൻ പ്രശ്നം എന്നത് ഹമാസിൻ്റെ ഭീകരാക്രമണം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ്, അവരാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ പലസ്തീൻ പ്രശ്നം എന്താണ്, അതിൻ്റെ ചരിത്രപരമായ അടിവേരുകൾ എന്താണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് സാർവദേശീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം അവരിലേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് പലസ്തീൻ വിമോചനം എന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏഷ്യയിലെ, ആഫ്രിക്കയിലെയും തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലെയും കോളനികളെല്ലാം തന്നെ വിമോചിതമായി. 2ാം ലോക മഹായുദ്ധാനന്തരം കോളനി രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം എന്നത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമായി ലോക നേതാക്കന്മാർ മുന്നോട്ട് കൊണ്ടുവന്നു. അതിന് നേതൃത്വം കൊടുത്ത നെഹ്റുവിനെ പോലുള്ള, അതേപോലെ തന്നെ ഈജിപ്തിലെ നാസറെ പോലുള്ള നേതാക്കൾ സ്വതന്ത്ര രാജ്യങ്ങളുടെ ഒരു സമൂഹമായി അന്താരാഷ്ട്ര സമൂഹം മാറണം, ലോകം എന്നത് സ്വതന്ത്ര രാജ്യങ്ങളുടെ, ജനതകളുടെ സ്വയംനിർണയമുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറണം എന്നാഗ്രഹിച്ചു. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സുദീർഘമായ കോളനി ഭരണത്തിൽ മുക്തമായി എന്ന് നമുക്കറിയാം. ഏഷ്യയിലും ആഫ്രിക്കയിലും അതിന് സമാനമായ രീതിയിലുള്ള വിമോചന പ്രക്രിയയിലൂടെ ജനങ്ങൾ, രാഷ്ട്രങ്ങൾ കടന്നുപോയി. പക്ഷേ പശ്ചിമേഷ്യയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭൂപ്രദേശം അതാണ് പലസ്തീൻ. പക്ഷേ പലസ്തീൻ ജനതയ്ക്ക് അവരനുഭവിക്കുന്ന കോളനി ഭരണത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കോളനി ഭരണത്തേക്കാൾ ഭീകരമായ ഒരു പുതിയ അധിനിവേശ ശക്തി, സയണിസത്തെ, ജൂതമതരാഷ്ട്രവാദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇസ്രയേൽ രാഷ്ട്രം അവർക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 1948 ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞത്, അവശേഷിക്കുന്ന കോളനി രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം എന്നത് പലസ്തീൻ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളുടെ വിമോചനമാണ് എന്ന്. ഇന്ന് പലസ്തീൻ പ്രശ്നത്തിൻ്റെ ചരിത്രപരമായ അടിവേരുകളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്രാജ്യത്വ ശക്തികളാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യ മുതലാളിത്ത ശക്തികളാണ് പലസ്തീൻ ഭൂപ്രദേശത്ത്, പലസ്തീനികളുടെ ജന്മഭൂമിക്കകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അടിച്ചേൽപ്പിച്ചത്. ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ പലസ്തീൻ എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ നിന്ന് കുടിയേറിപ്പാർത്ത പലസ്തീനികളായ വംശജരുടെ ഭൂപ്രദേശമാണത്. ഈ ജെറോക്കം ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മധ്യധരണിയാഴിയുടെ തീരപ്രദേശങ്ങളാണ്. ഈ മേഖലകളിലേക്ക് കുടിയേറി താമസിച്ച ഒരു ജനത, അവരാണ് പലസ്തീനികൾ. ആ ജനത ഒരർത്ഥത്തിലും ഒരു തരത്തിലും മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്കോ വംശങ്ങൾക്കോ എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കടന്നാക്രമണം നടത്തിയതായിട്ട് നമുക്ക്
ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ ജെറുസലേം ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ജൂതർക്കെതിരായിട്ട് വലിയ കടന്നാക്രമണം നടത്തിയത് റോമാ സാമ്രാജ്യത്വവും റോമാ ചക്രവർത്തിയായ ടൈറ്റസാണ്. ഇപ്പോൾ ജെറുസലേമിൽ താമസിക്കുന്ന ജൂതർ ലോകമെമ്പാടും ചിതറിപ്പോയതിൻ്റെ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ടൈറ്റസ് ചക്രവർത്തി അവിടെ കടന്നാക്രമണം നടത്തി. റോമാ സാമ്രാജ്യത്വം ഔദ്യോഗികമായി അതിൻ്റെ മതമായി ക്രിസ്തുമതം സ്വീകരിച്ച ഒരു ചരിത്ര സന്ദർഭമുണ്ട്. ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ക്രിസ്തുദേവനെ, ദൈവപുത്രനെ ഒറ്റിക്കൊടുത്തവരാണ്. ഗാഗുൽത്തയിൽ കിരീടമണിയിച്ച് കുരിശിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരാണ് യഹൂദർ. അവർ വഞ്ചകരാണ്, ഒറ്റുകാരാണ്. അതുകൊണ്ട് തന്നെ യഹൂദരോട് ചരിത്രപരമായി തന്നെ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് നിലനിൽക്കുന്ന വൈരുദ്ധ്യമാണ്, ശത്രുതയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജൂതർ വേട്ടയാടപ്പെട്ടത്. യൂറോപ്പിലെ എല്ലാ ക്രൈസ്തവ പൗരോഹിത്യാധിഷ്ഠിതമായ രാജഭരണകൂടങ്ങളും ജൂതർക്ക് വിലക്ക് കൽപ്പിച്ചിരുന്നു. അവരെ അടുപ്പിക്കാൻ പറ്റാത്തവരായി, വിശ്വസിക്കാൻ പറ്റാത്തവരായി കണ്ടിരുന്നു. ഇപ്പോൾ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ജൂതർക്ക് പൊതുസഭകളിലൊന്നും പ്രവേശനമുണ്ടായിരുന്നില്ല. പൊതുവഴികളിലൂടെ ജൂതർക്ക് നടന്നു പോകണമെങ്കിൽ അവർ കഴുത്തിൽ ഞാനൊരു ജൂതനാണ് എന്ന ബോർഡ് തൂക്കേണ്ടിയിരുന്നു. ലോകത്ത് ഒരു യൂറോപ്പും, പ്രത്യേകിച്ച് ക്രൈസ്തവ പൗരോഹിത്യാധിഷ്ഠിതമായ രാജഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഒരു യൂറോപ്യൻ ഭരണകൂടവും ജൂതരെ വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അവരെ തങ്ങളുടെ രാജ്യത്തെ പ്രജകളായി അംഗീകരിച്ചിരുന്നില്ല. അവരെ അകറ്റി നിർത്തേണ്ടവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ഹിറ്റ്ലറുടെ മീൻ കാഫ് ആത്മകഥ, ആ ആത്മകഥ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ആത്മകഥയിൽ കാണുന്നത്? ഒരു ജൂതൻ എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തവരാണ്, വൃത്തികെട്ടവനാണ്, അടുപ്പിക്കാൻ പറ്റാത്തവനാണ്, അവൻ കുളിക്കാത്തവനും പല്ല് തേക്കാത്തവനുമാണ്, ചപ്രത്തലയനാണ്. ഈ രീതിയിൽ ഹീനമായ വിദ്വേഷ പ്രചരണമാണ് ജൂതർക്കെതിരായിട്ട് ഹിറ്റ്ലർ നടത്തുന്നത്. ഹിറ്റ്ലറുടെ ഈ വിചാരങ്ങൾ, ഈ വിദ്വേഷ വിചാരങ്ങൾ, വിദ്വേഷപരമായി ഈ കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളുന്നത് യൂറോപ്പിലാകെ നിലനിന്നിരുന്ന ഒരു പൊതുബോധത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുദേവനെ ഒറ്റിക്കൊടുത്ത യഹൂദരോട് ചരിത്രപരമായി തന്നെ ക്രിസ്തുമത വിശ്വാസികൾ ശത്രുത സൂക്ഷിച്ചു, വൈരുദ്ധ്യം സൂക്ഷിച്ചു. എന്നാൽ ഇസ്ലാം മതമോ ഇസ്ലാം മതവിശ്വാസികളോ ചരിത്രത്തിൽ ഒരു കാലത്തും ജൂതരോട് ഏതെങ്കിലും രീതിയിൽ അകൽച്ചയോ ഏതെങ്കിലും രീതിയിൽ അകറ്റി നിർത്തുന്ന സമീപനമോ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ലോകമെമ്പാടും, പ്രത്യേകിച്ച് യൂറോപ്പിലെ പൗരോഹിത്യ ക്രൈസ്തവ ഭരണകൂടങ്ങൾ ജൂതരെ അതിനിഷ്ഠൂരമായി വേട്ടയാടിയിരുന്ന കാലത്ത് ഇസ്താംബൂളിൽ തുർക്കി ഖലീഫയാണ്, സുൽത്താനേറ്റാണ് ജൂതർക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി കൊടുത്തത്. എന്ന് മാത്രമല്ല, പലസ്തീൻ ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരിയാണ്. തുർക്കി സുൽത്താനേറ്റിൻ്റെ ഭാഗമായി പലസ്തീൻ ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരികളാണ് ജൂതർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. 1800കളുടെ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ ജൂതർക്ക് അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ബ്രിട്ടീഷ് രാജകുമാരന്മാർ പലസ്തീനിലെ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഒരു തടസ്സവും പറയാതെ അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം ലോകമെമ്പാടും വേട്ടയാടപ്പെടുന്ന, അനാഥരാക്കപ്പെട്ട, അഭയാർത്ഥികളാക്കപ്പെട്ട ഒരു ജനതയ്ക്ക് താമസിക്കാൻ ഒരിടം കൊടുക്കുക എന്നത് മാനുഷികമായ ഒരു വിഷയമായിട്ട് തുർക്കി സുൽത്താൻ ഭരണവും അതേപോലെ തന്നെ പലസ്തീനിലെ മുസ്ലിം ഭരണാധികാരികളും കണ്ടിരുന്നു. എന്നാൽ മറുപുറം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രൈസ്തവ പൗരോഹിത്യ ഭരണകൂടങ്ങൾ അതിനിഷ്ഠൂരമായിട്ട് ജൂതരെ വേട്ടയാടുകയാണ് ചെയ്തത്. ഇപ്പോൾ ജൂതരാഷ്ട്രവാദത്തിൻ്റെ ഇസ്രായേൽ സിദ്ധാന്തത്തിൻ്റെ വക്താവായ തിയോഡർ ഹെർസൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ദ ജൂയിഷ് സ്റ്റേറ്റ്. ആ ജൂയിഷ് സ്റ്റേറ്റിൽ അദ്ദേഹം ജൂതർക്ക് സ്വന്തമായൊരു രാഷ്ട്രമുണ്ടാക്കണം, ജൂതർക്ക് ഒരു രാജ്യമുണ്ടാക്കണം എന്ന നിലപാടിലേക്ക് എത്തുന്നതിന് അദ്ദേഹം പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഫ്രാൻസിൽ വിചാരണ ചെയ്യപ്പെട്ട ജൂതനായ ഒരു സൈനിക ഓഫീസറുടെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. ജൂതനായതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സൈനിക ഓഫീസറായിട്ട് അദ്ദേഹത്തെ കണ്ട് നിഷ്ഠൂരമായി വിചാരണ ചെയ്ത ആ സംഭവങ്ങൾ ജൂതർക്ക് സ്വന്തമായൊരു രാഷ്ട്രമില്ലാത്തതിൻ്റെ ദുരന്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തിയോഡർ ഹെർസൽ ജൂതർക്ക് സ്വന്തമായ ഒരു രാജ്യമുണ്ടാക്കണം എന്ന നിലപാടിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ കാണേണ്ടത് ലോകത്തെല്ലായിടത്തും ജൂതർ വേട്ടയാടപ്പെട്ടത് ക്രൈസ്തവ ഭരണാധികാരികളാലാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് ഈ സത്യാനന്തര കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സൈനിസവുമായി സന്ധി ചെയ്ത
ക്രൈസ്തവ വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ക്രിസ്തുമത വിശ്വാസികൾ, മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രയേൽ പലസ്തീനോട് കാണിക്കുന്ന അനീതികരമായ കടന്നാക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രരായി ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള അവകാശത്തെ ഭൂമിയിൽ ആർക്കും നിഷേധിക്കാനാവാത്ത അവരുടെ ജന്മാവകാശമാണെന്ന് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ സയനിസവുമായിട്ട് കൂട്ടുകൂടിയിരിക്കുന്ന ക്രൈസ്തവ വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ അതിനിഷ്ഠൂരമായ രീതിയിലുള്ള പ്രചരണം പലസ്തീൻ പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ കളമശ്ശേരി വളരെ യാദൃശികമായുണ്ടായ ഒരു ബോംബ് സ്ഫോടനം, യഹോവ സാക്ഷികളുടെ ഒരു പ്രാർത്ഥനാ കൺവെൻഷനിലുണ്ടായ ബോംബ് സ്ഫോടനം. ആ ബോംബ് സ്ഫോടനത്തെ എന്താണ് ഇവിടുത്തെ ഹിന്ദു വർഗീയവാദത്തിൻ്റെ ഉന്മാദം പിടിപെട്ട ശശികലയെപ്പോലുള്ള, കെ സുരേന്ദ്രനെ പോലുള്ള, ബാബുവിനെ പോലുള്ള ആളുകൾ മാത്രമല്ല, ചില ക്രിസ്തുമത വിശ്വാസികളെന്ന് പറയുന്ന കാസ ഉൾപ്പെടെയുള്ള ചില സംഘങ്ങളും എന്താണ് വളരെ ഹീനമായ മുസ്ലിം വിരുദ്ധമായ ഒരു വിദ്വേഷ പ്രചരണത്തിനായി ഇത് ഉപയോഗിച്ചു. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിനുകളാണ് കളമശ്ശേരി സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന രീതിയിലാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്വീറ്റ് ചെയ്തത്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? മുസ്ലിം വിരുദ്ധമായ, പ്രത്യേകിച്ച് തങ്ങളുടെ ഹെയ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഈ പലസ്തീൻ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള നീക്കം സംഘപരിവാർ വിഭാഗങ്ങളും അതേപോലെ തന്നെ ക്രൈസ്തവ വർഗീയവാദികളും, അവരെ പൊതുവേ നമ്മളിപ്പോൾ ക്രിസംഗികൾ എന്ന് വിളിക്കുകയാണ്, ഈ ക്രിസംഗികളും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾക്ക് ചരിത്രത്തിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കാരണം ലോകത്തെല്ലായിടത്തും ക്രൈസ്തവരാണ് ജൂതരെ വേട്ടയാടിയത്. ചരിത്രത്തിൽ മുസ്ലിം ഭരണാധികാരികൾ ജൂതരെ വേട്ടയാടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പലസ്തീൻ്റെ ചരിത്രാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വളരെ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ രാജാക്കന്മാരാണ്, പലസ്തീൻ അറബ് വംശജരാണ് ക്രൈസ്തവരാൽ വേട്ടയാടപ്പെട്ട ജൂതർക്ക് എപ്പോഴും അഭയം നൽകിയിരുന്നത്, അവർക്ക് ഷെൽട്ടറുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത്, അവർക്ക് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ക്രൈസ്തവ ഭരണാധികാരികൾ ജൂതരെ വേട്ടയാടിയിരുന്ന നാളുകളിൽ ജൂതരോട് സഹാനുഭാവം കാണിച്ച മുസ്ലിം ഭരണാധികാരികളെ അവരുടെ തുർക്കി സുൽത്താൻ ഭരണത്തെ ഉൾപ്പെടെ തകർക്കാനുള്ള നീക്കങ്ങളിൽ ജൂതരെ സാമ്രാജ്യത്വം കൂട്ടുപിടിച്ചു. നമുക്കറിയാം, ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് തങ്ങളുടെ ലോകാധിപത്യം പശ്ചിമേഷ്യക്ക് മുകളിൽ ഉറപ്പിച്ചെടുക്കാനുള്ള നീക്കമാണ് ബ്രിട്ടൻ നടത്തിയത്. 1838 തന്നെ ബ്രിട്ടീഷ് ക്രൗൺ, ബ്രിട്ടീഷ് രാജ്ഞി ബ്രിട്ടീഷ് കോൺസുലേറ്റ് പലസ്തീനിൽ ആരംഭിക്കുന്നുണ്ട്. പലസ്തീനിൽ ബ്രിട്ടീഷ് കോൺസുലേറ്റ് ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അതിഥേയായ മഹാറാണി ആ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തത് ഇവിടെ ജൂത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീൻ ഉൾപ്പെടുന്ന അറബ് ലോകമാകെ പാശ്ചാത്യ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശ തന്ത്രത്തെ എല്ലാ കാലത്തും പ്രതിരോധിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വ അധിനിവേശ താല്പര്യങ്ങൾക്ക് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന അറബ് ലോകത്തെ നേരിടണമെങ്കിൽ, കാരണം അറബ് ലോകത്ത് എണ്ണ സമ്പത്തുണ്ട്, വളരെ വിഖ്യാതങ്ങളായ വാണിജ്യപാതകളുണ്ട്. അപ്പോൾ വിഭവങ്ങളും ഈ വാണിജ്യപാതകളുമൊക്കെ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഭൂമേഖലയിൽ ഭരിക്കുന്ന അറബ് ഭരണാധികാരികളെ, അറബ് രാജഭരണകൂടങ്ങളെ അസ്ഥിരീകരിക്കേണ്ടതുണ്ട്. അറബ് രാജഭരണകൂടങ്ങളെ അസ്ഥിരീകരിക്കാനുള്ള നീക്കം, ലോകത്തെമ്പാടും ഉയർന്നു വരുന്ന കോളനി വിരുദ്ധ വിമോചന സമരങ്ങളെ തകർക്കാനുള്ള നീക്കം, ഇതിന് സാർവദേശീയ തലത്തിൽ തന്നെ ജൂതമത മൗലികവാദത്തെ, സയനിസത്തെ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ കൂട്ടുപിടിച്ചു. അതിന് കാരണമുണ്ട്. ലോകത്തിലെ അതിസമ്പന്നരായ ആളുകൾ, സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ വലിയ ബാങ്കർമാർ ഒക്കെയായിട്ട് മാറിയിട്ടുള്ള ആളുകൾ ജൂതമതവുമായി ബന്ധപ്പെട്ട ആളായിരുന്നു. ഇപ്പോൾ റോത്ത്ഷൈൽഡിനെ പോലുള്ള ബാങ്കർമാർ ബ്രിട്ടനിലെ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബാങ്കർമാരിൽ ഒരാളാണ് റോത്ത്ഷൈൽഡ്. ആ റോത്ത്ഷൈൽഡാണ് ജൂയിഷ് ഫണ്ട് ഉണ്ടാക്കിയത്. പലസ്തീൻ ഫൗണ്ടേഷന് വേണ്ടിയുള്ള ഫണ്ട് രൂപീകരിക്കാനുള്ള തീരുമാനമുണ്ടാക്കിയത്. അങ്ങനെ പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ ലോകമെമ്പാടുമുള്ള ജൂത മുതലാളിമാരെ സംഘടിപ്പിച്ച്, പണം സംഘടിപ്പിച്ച് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ജൂത കോർപ്പറേറ്റുകളെ, ജൂത ഫൈനാൻസ് പ്രഭുക്കന്മാരെ സാമ്രാജ്യത്വ ശക്തികൾ കൂട്ടുപിടിച്ചു.
അവർ ലോകത്തെമ്പാടുമുള്ള ദേശീയ വിമോചന സമരങ്ങളെ അടിച്ചമർത്താനും കോളനി വാഴ്ച, സാമ്രാജ്യത്വ വാഴ്ച എന്നേക്കുമായി നിലനിർത്തുവാനുള്ള നീക്കങ്ങൾ നടത്തി. ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് തന്ത്രപ്രധാനമായ മധ്യധരണിയാഴിയുടെ തീരത്ത്, പ്രത്യേകിച്ച് ആഫ്രിക്കയും യൂറോപ്പും ഏഷ്യയൊക്കെ സംഗമിക്കുന്ന ഈ ഭൂമിയിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കി അവിടെ ഇസ്രയേൽ രാഷ്ട്രം, അത് സാമ്രാജ്യത്വത്തിൻ്റെ പശ്ചിമേഷ്യയിലെ ഒരു ഔട്ട് പോസ്റ്റാണ്.